വിശദമായി നോക്കാം ഓരോ വാർത്തകളും. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സമ്മതപത്രം നൽകാതെ കുട്ടിയുടെ മാതാപിതാക്കൾ. ഹിജാബ് ധരിക്കാതെ എത്താമെന്ന് കുട്ടി സമ്മതപത്രം നൽകിയാൽ മാത്രം സ്കൂളിൽ തുടരാമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാനേജ്മെന്റ്. എന്നാൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. കുട്ടി ഇന്നും സ്കൂളിൽ എത്തിയേക്കില്ല. ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ സ്കൂളിൽ പോലീസ് സംരക്ഷണം തുടരുകയാണ്. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതൊക്കെ പോലെ തന്നെ ഈ പരിഹരിക്കപ്പെട്ടു എന്ന് കരുതിയ ഒരു വിഷയമായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പരാമർശത്തോടുകൂടി സ്കൂളിനെതിരെയുള്ള രൂക്ഷമായ വിമർശനത്തോടുകൂടി വീണ്ടും ആളിക്കത്തിയതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇപ്പോൾ ഈ വിഷയം പരിഹരിക്കപ്പെടാതെ നീണ്ടുപോവുകയാണ്. സ്കൂൾ മാനേജ്മെന്റ് ആകട്ടെ അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ആദ്യം കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിലേക്ക് എത്തുന്നതിൽ കുഴപ്പമില്ല എന്ന അനുനയ ചർച്ചയിൽ തീരുമാനമെടുത്ത പിതാവാകട്ടെ ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യം. കുട്ടിയാണെങ്കിൽ ഇപ്പോൾ ദിവസങ്ങളായി സ്കൂളിൽ എത്താത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ പ്രശ്നം ഇതെങ്ങോട്ടാണ് നീങ്ങുന്നത്? ആര്യ, ഈ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കുട്ടിയുടെ മാതാപിതാക്കളാണ് തീരുമാനമെടുക്കേണ്ടത്. കാരണം സ്കൂൾ മാനേജ്മെന്റും PT ഉൾപ്പെടെ നേരത്തെ തന്നെ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്കൂളിന്റെ നിയമം അനുസരിച്ച് ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടിക്ക് സ്കൂളിൽ എത്താൻ കഴിയില്ല. അങ്ങനെ തന്നെയാണ് തുടക്കം മുതൽ തന്നെ പ്രിൻസിപ്പൽ ആയിക്കോട്ടെ PT ആയിക്കോട്ടെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഒന്നാകെയുള്ള നിലപാട്. പക്ഷേ ഈ കുട്ടിയുടെ പിതാവ് ആദ്യം നടത്തിയ സമവായ ചർച്ചയിൽ ഇത് സമ്മതിച്ചിരുന്നു എങ്കിൽ പോലും പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശത്തെ തുടർന്ന് ഇവർ നിലപാട് മാറ്റുകയായിരുന്നു. ഇതിൽ ഒരു സമ്മതപത്രം വേണമെന്ന് തന്നെയാണ് മാനേജ്മെന്റ് പറഞ്ഞത്. കുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് എത്തില്ല എന്ന് മാതാപിതാക്കളും കുട്ടിയും സമ്മതിച്ചുകൊണ്ടുള്ള സമ്മതപത്രം ഒപ്പിട്ട് നൽകണം. എങ്കിൽ മാത്രമേ ഇനി കുട്ടിയെ സ്കൂളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് മാനേജ്മെന്റ് ഉറച്ചു നിൽക്കുന്നത്. പക്ഷെ കുട്ടിയുടെ പിതാവ് പറയുന്നത് അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനം ആലോചിച്ച ശേഷം മാത്രമായിരിക്കും സ്കൂളിനെ അറിയിക്കുക എന്നാണ് ഇപ്പോൾ കുട്ടിയുടെ പിതാവ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 3 ദിവസമായി കുട്ടി സ്കൂളിലേക്ക് എത്തുന്നില്ല. ആരോഗ്യ പ്രശ്നം കാരണം എത്തുന്നില്ല എന്നാണ് മാതാപിതാക്കൾ നൽകുന്ന വിശദീകരണം. പക്ഷേ സ്വാഭാവികമായും ഈ ഒരു വിവാദം നിൽക്കുന്നത് കൊണ്ടായിരിക്കും കുട്ടി സ്കൂളിലേക്ക് വരാൻ മടിക്കുന്നത് എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ആ വിഷയം അങ്ങനെ ഇപ്പോഴും നീണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടി സ്കൂളിലേക്ക് എത്തുന്നില്ല. പ്രവൃത്തി ദിവസമാണ് കുട്ടിക്ക് ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ പോലീസിന്റെ ഒരു സംരക്ഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഒരു സംരക്ഷണം ഇപ്പോഴും തുടരുന്നുമുണ്ട്. അതിനിടയിലാണ് ഇന്നലെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന് മറുപടിയായി മാനേജ്മെന്റ് മറുപടി നൽകുന്നത്. മാനേജ്മെന്റ് അതിൽ കൃത്യമായി പറയുന്നുണ്ട്, കുട്ടിയെ ഒരു രീതിയിലും ഹിജാബ് ധരിച്ചെത്തി എന്നതിന്റെ പേരിൽ കുട്ടിയെ സ്കൂളിന് പുറത്താക്കിയിട്ടില്ല. പകരം കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചറിയിച്ച് ഈ വിഷയങ്ങൾ സംസാരിക്കുകയായിരുന്നു ചെയ്തത്. അവർ ആദ്യഘട്ടത്തിൽ സമ്മതിക്കുകയും ചെയ്തു. ഒപ്പം സ്കൂളിന്റെ പരിപാടിയിലടക്കം ഈ മറ്റ് ആഘോഷ പരിപാടിയിലടക്കം കുട്ടി ഹിജാബ് ധരിച്ചെത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ തങ്ങളുടെ പക്കലുണ്ടെന്ന് തന്നെയാണ് മാനേജ്മെന്റ് പറയുന്നത്. എന്തായാലും ഇനി വീണ്ടും ഹർജി നവംബറിൽ പരിഗണിക്കുമ്പോൾ ഈ കാര്യങ്ങളടക്കം കോടതിയെ ബോധിപ്പിക്കാൻ തന്നെയാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ഒപ്പം കുട്ടിയുടെ മാതാപിതാക്കൾക്ക് എന്താണോ കോടതിയിൽ പറയാനുള്ളത് അതിനും ഉള്ളൊരു അവസരം തന്നെയായിരിക്കും നവംബറിലുള്ള ഈ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ ഉണ്ടായിരിക്കുക. എന്തായാലും ഈ വിഷയം ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഷോൺ ജോർജ് അടക്കം രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഉന്നയിച്ചത്. ഈ കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പോൾ ഓടിയെത്തിയ MP-മാരും MLA-മാരെയും എന്തുകൊണ്ടാണ് ഹിജാബ് വിഷയത്തിൽ സ്കൂളിലേക്ക് കാണാത്തതെന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനമൊക്കെ ഷോൺ ജോർജും BJP-യും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് പോലും ഇക്കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഹിജാബ് വിഷയത്തിൽ കുട്ടിയുടെ മാതാപിതാക്കളുടെ സമ്മതം അല്ലെങ്കിൽ അവരുടെ തീരുമാനമാണ് ഇനി നിർണായകമാകുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെന്റ്. എന്തായാലും കുട്ടിയുടെ മാതാപിതാക്കളുടെ തീരുമാനം തന്നെയാണ് ഈ വിഷയത്തിൽ നിർണായകം. കഴിഞ്ഞ ദിവസം, അതായത് ഈ വിവാദം തുടങ്ങിയ ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്, ഹൈബി ഈഡൻ MP അടക്കം ഈ കുടുംബവുമായി അനുനയ ചർച്ചകളൊക്കെ നടത്തി എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നു. പക്ഷേ അത് സ്കൂൾ അധികൃതരുമായി ചേർന്നല്ല എന്നുള്ളത് പിന്നീട് PTA പ്രസിഡന്റ് പറയുന്ന കാര്യവും നമ്മൾ കണ്ടതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിന് പിന്നാലെയാണ് ഈ കുട്ടിയുടെ പിതാവ് ഹിജാബ് ധരിക്കാതെ കുട്ടിയെ സ്കൂളിൽ വിടാൻ സമ്മതമാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും. ഈ തീരുമാനത്തിൽ നിന്ന് പിതാവ് പിന്മാറിയതിനു ശേഷം, പിന്നോട്ട് പോയതിനു ശേഷം സമാനമായ രീതിയിലുള്ള ചർച്ചകൾ, അനുനയ നീക്കങ്ങളൊക്കെയും ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന്, ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് അവിടെ നടക്കുന്നുണ്ടോ?
ആര്യ, ഇതുവരെയും മറ്റ് നേതാക്കൾ ആരും തന്നെ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ തുടക്കത്തിൽ ഈ വിഷയം ഉന്നയിക്കുന്ന സമയത്ത് ന്യൂസ് 18 ആയിരുന്നു ആദ്യം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ആ സമയത്ത് തന്നെ ഹൈബിയുടെ എംപിയും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം അവർ അതിന് സമ്മതം നൽകുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ സ്കൂൾ മാനേജ്മെന്റ് അതിപ്പോഴും തള്ളുകയാണ്. അങ്ങനെ ആരുടെയും നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല. പിന്നീട് കുട്ടിയുടെ മാതാപിതാക്കൾ വന്നു പറയുകയായിരുന്നു ഹിജാബ് ധരിക്കാതെ തന്നെ കുട്ടി സ്കൂളിൽ എത്തുമെന്ന്. ആ പ്രശ്നം അവിടെ ഏകദേശം അവസാനിക്കുന്ന ഘട്ടത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില പ്രസ്താവനയും സ്കൂൾ മാനേജ്മെന്റിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളും ഒക്കെ വരികയും അത് വീണ്ടും വിവാദമാകുകയും മാനേജ്മെന്റ് ഇതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തത്. ഒപ്പം ഇതിന്റെ റിപ്പോർട്ട് അനുസരിച്ച്, അതായത് വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടിലടക്കം പറയുന്നത് ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ സ്കൂൾ അധികൃതർ പുറത്താക്കി എന്നായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പുറത്താക്കൽ സ്കൂളിൽ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് മാനേജ്മെന്റ് പറയുന്നത്. ഒപ്പം ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടി ആർട്സ് ഡേക്ക് ഉൾപ്പെടെ എത്തുന്ന ദൃശ്യങ്ങളും സഹിതം ആണ് മാനേജ്മെന്റ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പറയുന്നത്. എന്തായാലും ഈ ഒരു ചർച്ച സമവായത്തിലെത്തി എന്ന് പറയുന്ന സമയത്തായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രതികരണം ഉൾപ്പെടെ വരുന്നത്. അതിനുശേഷം മറ്റ് MP-മാരോ അല്ലെങ്കിൽ MLA-മാരോ ഈ മറ്റ് ജനപ്രതിനിധികൾ ആരും തന്നെ ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇന്ന് ചിലപ്പോൾ ഈ വിഷയം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഈ ആരെങ്കിലും MP-മാരോ MLA-മാരോ ഒക്കെ സ്കൂളിലെത്തി അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ട് സംസാരിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇന്നത്തെ ദിവസവും ഈ വിഷയം ഇങ്ങനെ തന്നെ നീളുമെന്നും ഉറപ്പാണ്. പ്രശ്നപരിഹാരമായിട്ടില്ല. കുട്ടി ഇന്നും സ്കൂളിലേക്ക് എത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മാതാപിതാക്കൾ പിന്നീട് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കുവാനും തയ്യാറായിട്ടില്ല. ഇന്നലെ അടക്കം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനോട് ഈ വിഷയം ചോദിച്ചിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. അൻവർ സാദത്ത് MLA ഉൾപ്പെടെയുള്ളവർ ഇതിൽ തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ വരും മണിക്കൂറിൽ നമുക്ക് ഇതിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായും നവമി ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ സ്കൂളിന്റെ നിലപാട് നമുക്കറിയാം. അവരുടെ തീരുമാനത്തിൽ നിന്ന്, മാനേജ്മെന്റിന്റെ നിയമാവലിയിൽ നിന്ന് അവർ ഒരു തരി പോലും പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ള നയം വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ച കാര്യത്തിൽ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഈ സ്കൂളിന്റെ NOC പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആ നടപടിയിൽ ഒക്കെ സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അതായത് ഈ വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി അത് നൽകണമോ, പുതുക്കി നൽകണമോ എന്നുള്ള തരത്തിലുള്ള പരാമർശമൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു. അതൊരു ഭീഷണി എന്ന തരത്തിൽ തന്നെയാണോ സ്കൂള് കാണുന്നത്? അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടി എന്താണെങ്കിലും അത് കോടതി വഴി നിയമപരമായി നേരിടാം എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണോ മാനേജ്മെന്റ് ഉള്ളത്? തീർച്ചയായും ആര്യ, മാനേജ്മെന്റ് എന്തായാലും ഹൈക്കോടതി വഴി അല്ലെങ്കിൽ നിയമപരമായി തന്നെ ഇതിന് നേരിടാൻ ഉറച്ചു നിൽക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി NOC പുതുക്കി നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം ഉൾപ്പെടെ കോടതിയെ അറിയിക്കാനാണ്, അല്ലെങ്കിൽ ഹർജി പരിഗണിക്കുമ്പോൾ അതും കോടതിയെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. സ്കൂളിന്റെ നിയമപ്രകാരം അത് ഹിജാബ് ധരിച്ചെത്താൻ പാടില്ല എന്ന ഒരു നിയമം ഉണ്ട് എന്ന് തന്നെയാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഹൈക്കോടതിയിലടക്കം ഇതിനു മുൻപും പല ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ വരികയും സുപ്രധാന വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒക്കെ വന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രസ്താവനയെ പോലും പൂർണ്ണമായി തള്ളുന്ന ഒരു നിലപാട് തന്നെയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും ഹർജി പരിഗണിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ തങ്ങളുടെ പക്കലുള്ള തെളിവുകളടക്കം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. നവമി, ഒരു കാര്യം കൂടി, അതായത് ഇതിനിടയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വിഷയം കൂടിയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം PTA പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന ചില പ്രതികരണമാണ്. അദ്ദേഹം DDE ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടു, ചില നിർദ്ദേശങ്ങൾ നൽകി എന്നുള്ള സൂചന അദ്ദേഹത്തിന് ലഭിച്ചു എന്ന തരത്തിൽ അദ്ദേഹത്തിന് ചില പ്രതികരണം വന്നിട്ടുണ്ടല്ലോ. ആര്യ, മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PTA-നെ വിളിച്ചിരുന്നു, PTA പ്രതിനിധികളെ വിളിച്ചിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിലിപ്പോഴും എന്നാണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം എന്ന് ഇപ്പോഴും അവർ പുറത്ത് പറയുന്നില്ല. സ്കൂൾ മാനേജ്മെന്റിനോട് ചോദിച്ചപ്പോഴും അവർക്കും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഇത്രയും വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കുട്ടിയുടെ ഒരു വിദ്യാഭ്യാസത്തെ തന്നെ ബാധിക്കുമെന്ന രീതിയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇടപെടുമെന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള സ്റ്റാഫ്
ഈ പി ടി എ അംഗത്തെ വിളിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും എന്താണ് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം എന്നതിൽ ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ഈ വിഷയത്തിൽ കുറച്ചുകൂടി പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. ഈ സഭ അധ്യക്ഷന്മാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരണം വന്നുകൊണ്ടിരിക്കുകയാണ്. പി ടിയുടെയും അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിനും ഒക്കെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ, മുഖ്യമന്ത്രിയുടെ തീരുമാനം അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നതൊക്കെ നമുക്ക് അവരിൽ നിന്ന് നേരിട്ട് തന്നെ അറിയാൻ സാധിക്കും. ആര്യ, യെസ്, തീർച്ചയായും. നവമി ദിനേശാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.